ദളിത് സഹോദരങ്ങളായ ക്രൈസ്തവരെയും ദളിത് മുസ്ലിങ്ങളെയും സൃഷ്ടിച്ചത് ഞങ്ങളുടെ പൂർവികന്മാർ മോചനത്തിന് വേണ്ടിയിട്ടാണ് അപ്പുറത്ത് പോയത്. ഇപ്പോൾ അവർക്ക് സ്വന്തം ശവക്കുഴിക്ക് വേണ്ടി പ്രത്യേക സെമിത്തേരി, പ്രത്യേക ശവക്കല്ലറകൾ. ഈ തിരുവനന്തപുരത്തടക്കമുണ്ട് അവർണന്റെ കല്ലറകൾ. അവിടെ സ്വാതന്ത്ര്യമില്ല. അഖില ലോക മതമായ ക്രൈസ്തവ മതത്തിൽ മഹത്തായ ഗ്രന്ഥം ബൈബിൾ, അവിടെ എവിടെയാണ് അവർണ ക്രിസ്ത്യാനിയും സവർണ ക്രിസ്ത്യാനിയും ഉള്ളത്? പക്ഷെ അവിടെ അവർണ ക്രിസ്ത്യാനി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിങ്ങോട്ടേക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ചോദ്യം വളരെ സിമ്പിളാണ്. KM മാണിയും ജോസ് കെ മാണിയും AK ആന്റണിയും PJ ജോസഫും അവർണ ക്രിസ്ത്യാനി ആകും എന്ന് നരവംശാസ്ത്ര പഠനമായി കണ്ടെത്തിയാൽ, ഏതെങ്കിലും പരമപിതാവ് എഴുതി കൊടുത്താൽ അവരും ദളിത് ക്രിസ്ത്യാനിയായി മാറിയാൽ സംവരണം നഷ്ടപ്പെടും. ഇതാണ് ഞങ്ങൾ എതിർക്കുന്നതിന്റെ കാരണം. മറിച്ച് അവർക്ക് അവിടെ അയിത്തമുണ്ട്, അസ്വസ്ഥതകളുണ്ടെങ്കിൽ പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കി സംരക്ഷിച്ചോളണം. അതാണ് ഇന്നലകളിൽ CPM പറഞ്ഞത്. ഇപ്പൊ പറയുന്നു പട്ടികജാതി സ്റ്റാറ്റസ് കൊടുക്കണം, സംവരണം കൂട്ടണം. സംവരണം കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 50 നിൽക്കുക. ഇത് കൂട്ടാൻ വേണ്ടി ഇനി കഴിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ 10 ചേർത്തു നിർത്തി ഇനി ഒരു 5 പിന്നെ ഒരു 10 കൂടി കൊടുത്ത് ഞങ്ങളെ അപ്പാടെ അങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ CPM അടക്കം കരാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു, ആശങ്കപ്പെടുന്നു. പക്ഷെ CPM-നോട് തുറന്ന യുദ്ധമൊന്നും ഇനിയില്ല. ഇനി യുദ്ധമൊക്കെ ക്യാമ്പയിനാണ്. തെറ്റു തിരുത്തി പോകാൻ പറ്റുമെങ്കിൽ പൊക്കോളണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറ്റ് ടൈമിലാണ്. ഒരു നിലപാടിന്റെ പേരിലും എതിർക്കില്ല, ഒരു നിലപാടിന്റെ പേരിലും സ്വീകരിക്കില്ല. ഞങ്ങൾ പറയും, ഞങ്ങളുടെ നിലപാടനുസരിച്ച് പോകും. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എടുക്കുന്നതെങ്കിൽ കോൺഗ്രസിനോടും അത് തന്നെയാണ്. കോൺഗ്രസ് ആണ് ഈ പ്രീണനത്തിന്റെ അപ്പോസ്തലൻ. അവരാണ് മതന്യൂനപക്ഷങ്ങളെ 5ാം മന്ത്രിയെയും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കും ഒക്കെ സീറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നത്. ഇവിടെ ഞാൻ വേറൊരു കണക്ക് പറയുന്നു. ഒരു പക്ഷേ കുമ്മനത്തേക്കാൾ വലിയ തീവ്രവാദിയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കേരള നിയമസഭയിൽ 140 MLA-മാരുണ്ട്. അതിൽ 72 ഭരണപക്ഷവും 68, ഇപ്പോൾ ഒരാൾ പോയി, 67 പ്രതിപക്ഷവുമാണ്. പക്ഷെ ജാതി കണക്കെടുക്കൂ, 72 പേര് ക്രിസ്ത്യാനിയും മുസൽമാനും, 68 പേർ ഹിന്ദു. അതിൽ 16 അവർണ ഹിന്ദുവാണ്. 16 കൂടി പിൻവലിച്ചാൽ -52 ഹിന്ദു. കേരളം എങ്ങോട്ട്? കുമ്മനം പറയണം, ന്യൂനപക്ഷമാണോ ഇവിടെ വികസിക്കുന്നത്, ഹിന്ദുവാണോ? ഇവിടെ കേരളത്തെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി, കുത്തഴിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഭരണ നേതൃത്വം പ്രീണിപ്പിക്കുകയാണ്. ഇത് കുറെ നാളായി തുടരുകയാണ്. ഞങ്ങൾ 8-2 10 കിട്ടുന്നത് എന്തുകൊണ്ടാ? ഹിന്ദു ആയതുകൊണ്ടാണോ? ഹിന്ദു മതത്തിന്റെ ഐത്തത്തിന് വിധേയതായതിന്റെ പേരിലുള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഭരണഘടനാ പദവിയുള്ള പട്ടികജാതി വർഗ വിഭാഗമായി ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന ആളുകളെ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? ഞങ്ങൾ ഈ ആളുകളെ കൂടി ചേർത്ത് ഈ പദവി നഷ്ടപ്പെട്ട് ഞങ്ങളും ക്രൈസ്തവരോ മുസ്ലിമോ ആയി മാറിയാൽ ഹിന്ദുവിന്റെ എണ്ണം കുറയും. കുറയരുതെന്ന് ആഗ്രഹിക്കുന്നവർ സംരക്ഷിക്കാൻ ഇടപെടണം.